സർ, സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും സാധാരണക്കാർക്കും അവർക്ക് സൗജന്യ ചികിത്സ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. സാർ, ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയാൽ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി പോകുമെന്നും ഗവൺമെന്റ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 2000 ചില്ലാൻ കോടി കൊടുക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ളത് എവിടെയാ? സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും സ്വകാര്യ ആശുപത്രികളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിനർത്ഥം എല്ലാവരെയും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും എല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിലേക്കും കൊണ്ടുവരിക എന്നതാണോ? മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിന് 3 പേര് കിടക്കുക എന്നാണ് പരാതി. നമ്മൾ അവിടെയുള്ള പേഷ്യൻസിനെ കുറച്ചു കൊണ്ടുവരികൂടി വേണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പോകുന്ന സ്ഥലത്ത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും.